പ്രിയപ്പെട്ട കത്തോലിക്ക ബിഷപ്പുമാരെ, കത്തോലിക്ക വൈദികരെ, കത്തോലിക്ക വിശ്വാസികളെ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. വചനപ്രഘോഷണവും സഭയ്ക്കെതിരെ ഉള്ള ആശയങ്ങളും അനുകൂലിച്ചുള്ള ആശയങ്ങളുമൊക്കെ ഇന്ന് ഞങ്ങളുടെ ഫോണുകളിലിരിക്കുന്ന 3G 4G 5G ഫോണുകളിൽ വിരൽത്തുമ്പുകൾ വരികയും ആളുകൾ അതൊക്കെ കേട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും കൺവിഷൻ ആകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. ഇല്ല സുഹൃത്തെ, യഹോവ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് ബന്ധമില്ല, അത് ജൂതന്റെ ദൈവമാണ്. മനസ്സിലായോ? അത് ഭാഗികമായ വെറും വെളിപ്പെടുത്തൽ മാത്രം. കത്തോലിക്ക സഭ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരു നാമം ഇല്ല, അവാച്യമായ നാമം. ആ ഒരു നാമത്തിന്റെ പ്രത്യേകത, അങ്ങനെ ഒരു നാമം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. നമ്മുടെ വെണ്ടക്കാശത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് ജൂതന്റെ ദൈവം, ജൂതന്റെ ദൈവ സങ്കല്പം എന്ന് പറയുന്നത് അത് വളരെ ഇതാണ്, അതിന് പൂർണ്ണതയില്ല. പൂർണ്ണതയുള്ളത് വന്നു കഴിയുമ്പോൾ ഭാഗികമായത് ഇല്ലാതാവും. യഹോവയായിട്ട് ഒരു ബന്ധമില്ല ക്രിസ്ത്യാനികൾക്ക്. ഒരു സ്ഥലത്ത് പോലും യഹോവ എന്ന് വെച്ചിരിക്കുന്നില്ല. ഈ അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്നത് മുഴുവൻ ഈ ക്രിസ്തുവിനെയായി കർത്താവ് എന്ന് പറയുന്നത്. ഒന്നും നോക്കണ്ട, വിട്ട് കളഞ്ഞു, വിട്ടുപൊക്കും. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ നമ്മുടെ കാനോനെ ചേർത്തിട്ടുള്ള ഇത് എന്താ പറയുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി ചേർത്തിട്ടാണ് നമ്മുടെ കീർത്തനം. ഞാൻ ചെയ്തോളാം ഡിബേറ്റ്. പഴയ നിയമത്തിലെ ദൈവമായിട്ട് ക്രിസ്ത്യാനികൾക്ക് ഒരു ബന്ധമില്ല. അവനോട് യഹോവ എന്നുള്ളത് ലിറ്റർജിയിലോ CCCയിലോ ബൈബിളിലോ എവിടെയെങ്കിലും ആ നേരത്തെ ഞങ്ങള് പഴം കഴിക്കും. എന്നാ വിവരക്കേട് ഉള്ളതാണ് പറയുന്നത്. ഒരു സെക്കൻഡ് ആദമേ, ടീസൺ കത്തോലിക്ക സഭയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊന്നും നീ തൊലിച്ചോണ്ടിരിക്കുക, അത് തന്നെ നടക്കുള്ളൂ. ബന്ധോടെ തൊലിച്ചോണ്ട് നടക്കുക, അത്രേ പറ്റുള്ളൂ. നീ ടീസൺ കുറഞ്ഞന്റെ കാര്യം പറഞ്ഞ ടീസൺ നീ അംഗീകരിക്കുന്നുണ്ടോ? പീറ്റർ കുറഞ്ഞന്റെ നിനക്കൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, യഹോവയോട് തീർച്ചയായിട്ടും ഞങ്ങളുടെ വൈകുന്നല്ലേ പിന്നെ ടിസനെയാണല്ലോ ഞങ്ങൾ എടുത്തോണ്ട് വരുന്നത്. പോടാ അവിടുന്ന്. ഞങ്ങൾ ജോസ് ബ്രദർ എന്ന് പറഞ്ഞ പാമ്പളാനി പിതാവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് ഇത് കിട്ടാന്നറിയോ? സ്വന്തം പോലെയാ. ടീസൺ ചെന്ന് കഴിഞ്ഞാലോ പാമ്പളാനി പിതാവ് ആ സ്പീഡില് കാർ എടുത്തു പോകും. ടീസൺ ആ രൂപതയില് കാല് കുത്തിന്ന് അറിഞ്ഞാൽ മതി. ടീസൺ തലശ്ശേരി രൂപതയില് കാല് കുത്തിന്ന് അറിഞ്ഞാൽ പാമ്പളാനി പിതാവ് അന്ന് റോമിലേക്ക് പോകും. അതാണ് ടീസന്റെ ഗുണം. മറ്റേ ഒരു പ്രയോഗം, നീ മറ്റേ വാതിൽ പറഞ്ഞിട്ട് ഇങ്ങനെ വലത്തോട്ട് ചെന്നിട്ടൊരു പരിപാടി ഇല്ലെന്ന് പറഞ്ഞു കൊടുത്ത വീട്ടിന് ഒരൊറ്റ മൂഞ്ചുകളെ. എടാ വീട്ടാ, നിന്റെ ഇടതുവശത്ത് ഇപ്പൊ എന്താ വാതിലുണ്ടോ? പഴയ നിയമത്തിൽ ഇത് കേൾക്കാം, ഞാൻ പറയാം, ഒരു മിനിറ്റ് കുഞ്ഞ്. അതായത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കണ്ടതാകെ പുത്രനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഇൻ ക്വസ്റ്റ്യൻ ആണ്. വാഹ, ആരാണ് വന്നതെന്നുള്ളതൊക്കെ മനസ്സിലായോ? അപ്പൊ യഹോവ എന്ന് പറഞ്ഞ ദൈവത്തിൽ പൂർണ്ണതയില്ല, ക്രിസ്തുവാണ് പരമാർത്ഥത. ജൂതന്മാരുടെ രാജാവ് ആണ് ഞങ്ങൾക്ക് തന്നത്. ജൂതന്മാരൊക്കെ പുറത്താക്കി. ക്രിസ്തുവിനെ അംഗീകരിക്കാത്ത ജൂതന്മാരെ, രാജാവിനെ അംഗീകരിക്കാത്ത ജൂതന്മാരെ കർത്താവ് പിടിച്ച് പുറത്തേക്ക്, കോളർ പിടിച്ച് പുറത്താക്കി. അതായത് യഹോവയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ത്രിത്വസ്തുതി മാത്രമേ ഉള്ളൂ. പിതാവ്, പുത്രൻ. അതായത് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പുത്രൻ, അതായത് ആദ്യവും അന്തവും പുത്രനാണ്. ആ പുത്രൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആദ്യവും അന്തമാണെങ്കിൽ പിതാവ് എന്നും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അപ്പൊ പിന്നെ യഹോവ എന്ന് പറഞ്ഞ സാധനം ഇറക്കേണ്ട കാര്യമില്ല. അതൊരു ഗോത്രീയ സങ്കല്പമാണത്. മനസ്സിലായോ? അത് അന്നത്തെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ച് അവർക്ക് ആകെ മനസ്സിലായിട്ടുള്ളൂ. ദൈവമല്ല, ഒരിക്കലും ദൈവമല്ല പീറ്റർ, നീ വഴിപഴച്ചു പോയി. അങ്ങനെയാണ് നീ സുനാമണിയും വെട്ടി മറ്റേ നമ്മുടെ നെസുവിന്റെ കൂടെ പൊക്കോ. ഞാൻ ഇതിനെക്കുറിച്ച് അച്ഛനോട് പറഞ്ഞാൽ ഈ പഴയ നിയമം പുതിയ നിയമമായിട്ട് ചേർത്ത് വെക്കുന്നതിനാണ് അപൂർണ്ണ. പ്രിയപ്പെട്ട കത്തോലിക്ക ബിഷപ്പുമാരെ, കത്തോലിക്ക വൈദികരെ, കത്തോലിക്ക വിശ്വാസികളെ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണല്ലോ. വചനപ്രഘോഷണവും സഭയ്ക്കെതിരെ ഉള്ള ആശയങ്ങളും അനുകൂലിച്ചുള്ള ആശയങ്ങളുമൊക്കെ ഇന്ന്
ഞങ്ങളുടെ ഫോണുകളിലിരിക്കുന്ന 3G 4G 5G ഫോണുകളിൽ വിരൽത്തുമ്പുകൾ വരികയും ആളുകൾ അതൊക്കെ കേട്ട് നിലപാടുകൾ സ്വീകരിക്കുകയും വിശ്വസിക്കുകയും കൺവിഷൻ ആകുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണല്ലോ. ക്ലബ് ഹൗസ് എന്ന ഏറ്റവും പുതിയ സോഷ്യൽ മീഡിയ ഇന്ന് അനേകരെ സ്വാധീനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സ്വാധീനം ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഷിബു പീഡിയക്കൽ എന്ന വ്യക്തി വളരെ മോശമായിട്ട് വിശുദ്ധ ബൈബിളിനെയൊക്കെ അപമാനിക്കുന്നത്. ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടു കാണും. വിശുദ്ധ ബൈബിൾ ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് പറയുന്നതും അപ്പോസ്തലന്മാർ മാതൃഭോഗികളാണ് എന്നൊക്കെ ഡിക്ലെയർ ചെയ്യുന്നതുമൊക്കെ. അദ്ദേഹത്തിൻ്റെ മിനിസ്ട്രിയുടെ പേര് ഗോറിയസ് ഗോസ്പൽ എന്നാണ്. വിശുദ്ധ ബൈബിളിനെ ടോയ്ലറ്റ് ടിഷ്യൂ ആയി കാണുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് ഗോറിയസ് ഗോസ്പൽ എന്ന് പേരിടാൻ കഴിയുക? ഗോസ്പൽ എന്ന് പേരിടാനെങ്കിലും കഴിയുമോ? പക്ഷെ ഇന്നത്തെ വീഡിയോയിൽ പ്രത്യേകമായിട്ട് കത്തോലിക്ക സഭയിലെ പിതാക്കന്മാരെ, ബിഷപ്പുമാരെ, പ്രത്യേകിച്ച് പാംബ്ലാനി പിതാവിനെ, ഇന്ത്യയിലെ എൻ്റെ രൂപതയുടെ ബിഷപ്പായ ജോസഫ് പാംബ്ലാനി പിതാവിനെ പ്രത്യേകമായി അഡ്രസ്സ് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം തലശ്ശേരി രൂപതയിലെ ഒരു രൂപതയുടെ പ്രവർത്തനങ്ങളിൽ ശക്തമായി പ്രവർത്തിക്കുന്ന പാംബ്ലാനി പിതാവിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തും വ്യക്തിയുമാണെന്ന് പറയുന്ന ജോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഗ്രൂപ്പിൻ്റെ കൂടെ നിലനിൽക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. അധികം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ഞാൻ ആദ്യം നിങ്ങൾ കാണുന്നത് കത്തോലിക്കർ എന്ന് പറഞ്ഞ് ജി ഷിബുവിനെ പീഡിയക്കലിന് വേണ്ടി നായിപ്പോയി പണിയെടുക്കുന്ന CH വ്യാജ കത്തോലിക്കർ എന്നാണ് ഈ വീഡിയോയുടെ ഹെഡിങ്. ഇവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ടിൽ കാണുന്ന ഇവർ മാത്രമല്ല, വേറെ കുറച്ച് ആളും കൂടെ ഉണ്ട്. JJ എന്ന് പറയുന്ന CHൻ്റെ നെയിമാണ് JJ. നാളുകളായി കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. ജോഷ് എന്ന് പറയുന്ന തലശ്ശേരി രൂപത്തിൽ യഥാർത്ഥ പേരാണ് ജോഷ് എന്ന് പറയുന്നത്. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാനൊരു കോൾ ഔട്ട് വീഡിയോ ചെയ്തിരുന്നു. ജോഷ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന് പറയുന്ന കത്തോലിക്ക റൂമാണെന്ന് പറയുന്ന റൂമിൻ്റെ അഡ്മിന്മാരാണ് ഇവരൊക്കെ. ജെയ്സ് ഫോർ ക്രൈസ്റ്റ് പണ്ട് TFൻ്റെ കൂടെ ഉണ്ടായിരുന്ന, പിന്നീട് അവരുമായി തെറ്റിപ്പിരിഞ്ഞ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ജെയ്സ് ഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വ്യക്തി, JTK എന്ന പ്രവൃത്തി, ബിബിൻ എന്ന പ്രവൃത്തി, ആദം കത്തോലിക്കനാണെന്നാണ് പറയുന്നത്. പക്ഷേ പച്ചയ്ക്ക് പലപ്പോഴും നിരീശ്വരവാദമൊക്കെ പറഞ്ഞ ആദം, ജിയോ, കുഞ്ഞൻ ഇവരൊക്കെയാണ് ഇതിനകത്തുള്ള ആളുകൾ. നിങ്ങൾക്ക് ആ റൂമിൻ്റെ സ്ക്രീൻഷോട്ട് ഇവിടെ കാണിക്കാം. അതിൽ കുറച്ച് ആളുകൾ താഴെയാണെന്നോ അത് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിനി കേൾക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇവരെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. ഇവരുടെ ക്ലിപ്പാണ് നമ്മൾ കേൾക്കുന്നത്. അതിനു മുമ്പ് ഷിബു പീഡിയക്കൽ എന്ന വ്യക്തി തൻ്റെ റൂമിലിരുന്ന് പറഞ്ഞ ഒരു ക്ലിപ്പ് നമ്മൾ കേൾക്കാൻ പോവുകയാണ്. താങ്ക് യു. ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഇന്നലെയും ഇന്നുമൊക്കെയായി നടന്ന റൂമുകളാണ് എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ശരിക്കും പറഞ്ഞാൽ പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി എന്ന് ശക്തമായി കത്തോലിക്ക സഭയുടെ CCCയിലൂടെ തന്നെ ഷിബുവുമായി ഞാൻ നടത്തിയ സംവാദത്തിന്, അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെക്ഷന് ശേഷമാണ് ഷിബു ചോദ്യം ചോദിക്കുന്നു, ഞാൻ ആൻസർ പറയുന്നു. CCCയിൽ നിന്ന് വായിച്ച ആൻസർ പറയുന്നു. അത് നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലിൽ കാണാൻ പറ്റും. അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്ന CCC തന്നെയാണ്. ചില ഉദാഹരണങ്ങളൊക്കെ ഞാൻ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നു മാത്രമേ ഉള്ളൂ. CCC ആണ് വായിച്ച് കേൾപ്പിച്ചത് കണ്ടൻറ്റായിട്ട്. അതിനുശേഷമാണ് ഇവർക്കെല്ലാം കുരു പൊട്ടിയത്. അപ്പം ഞാൻ പാഷാണ്ടിയാണ്, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ ഹെരസി പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ജെയ്സ് ഫോർ ക്രൈസ്റ്റും ആദവും ഒക്കെ വളരെയധികം പ്രതിഷേധിക്കുകയുണ്ടായി. അതൊക്കെ പോട്ട്, നിങ്ങൾ ഈ വസ്തുക്കളിലേക്ക് നമുക്ക് വരാം. പ്രിയപ്പെട്ട പിതാക്കന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണം. ഇത്തരം ആളുകളെക്കുറിച്ച് നമ്മൾ കത്തോലിക്ക വിശ്വാസികൾക്ക് അവയർനെസ് കൊടുക്കണം എന്ന് ഞാൻ വിനീതമായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്നുകൊണ്ട് നിങ്ങളോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഷിബു പീഡിയക്കൽ പറഞ്ഞത് എന്താണ്? ജഡാവതാരണം പാസ്റ്റർ ഹൗസ്, ഷിബുവിൻ്റെ ഹൗസാണ്, അംഗീകരിച്ചാൽ എന്തൊക്കെ കൂടി അംഗീകരിക്കണം, മൈ ലോളി, ഇതൊക്കെ വളരെ മോശമായ വാക്കുകളാണ്. നമുക്ക് കേൾക്കാം. 3.5 കൊല്ലത്തിന് മുമ്പത്തെ നെറ്റ് റിസൾട്ട് എന്നാണ്? 3.5 വർഷം മുമ്പത്തെ ക്ലബ് ഹൗസ് അല്ല ഇപ്പം. ഇന്ന് യഹോവ കൊലയാളിമാരാണെന്ന് ഒരുമാനപ്പെട്ട എല്ലാവർക്കും ക്ലബ് ഹൗസിൽ മനസ്സിലായിട്ടുണ്ട് ഇല്ലേ? 7:20 എല്ലാ കുത്തിക്കഴപ്പും തീർന്നെന്ന് മനസ്സിലായിട്ടുണ്ടില്ലേ? മനസ്സിലായി. അപ്പൊ ഇത്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കാര്യമല്ല, നീ വലിയ അച്ചീവ്മെന്റ് അല്ലേ നമുക്ക് ഉണ്ടായിട്ടുള്ളത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളിവിടെ കേട്ടത് യഹോവ ഡാഷാണ്, പിശാജാണ്, ബാർബിക്യൂ അടിക്കുന്നവനാണ്, പുതിയ നിയമത്തിലെ ദൈവമല്ല പഴയ നിയമത്തിലെ ദൈവമെന്ന ഒക്കെ പറഞ്ഞാണ് 3.5 വർഷം ഈ ക്ലബ് ഹൗസ് തുടങ്ങിയപ്പോൾ തൊട്ട് അതിന് മുമ്പ് ഷിബു പ്രവർത്തിച്ചിട്ടുണ്ട്. ഷിബുവിൻ്റെ ഒഫീഷ്യൽ ഗോറിയസ് കോസ്റ്റൽ ഒഫീഷ്യൽ ചാനലിൽ പോയാൽ ക്രൈസ്തവ വിരുദ്ധതയുടെ പൂർണ്ണതയാണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുക. ദൈവത്തെ തള്ളിക്കളയുന്ന, കത്തോലിക്കരുടെ ദൈവത്തെ തള്ളിക്കുന്ന ഒരു ഗ്രൂപ്പാണ്. ഞാൻ നിരവധി വീഡിയോകളോട് അഡ്രസ്സ് ചെയ്യുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. എനിവേ, എൻ്റെ ജീവിതത്തിൽ എനിക്ക് നോബൽ സമ്മാനം കിട്ടുന്നതിനേക്കാൾ സന്തോഷം തോന്നുന്ന ഒരഭിപ്രായം ഷിബു പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ദൈവം ഉപയോഗിച്ചതിൽ പിതാവായ ദൈവത്തിനും പരിശുദ്ധ അമ്മയ്ക്കും സകല വിശുദ്ധർക്കും ഹോളി ട്രിനിറ്റിക്കും ഒക്കെ ഞാൻ നന്ദി പറയുകയാണ്. അതും കൂടെ നിങ്ങളൊന്ന് കേട്ടോ. ഇവിടെ നമ്മുടെ ലൈഫ് ഇങ്ങോട്ടാണോ 3 വർഷം മുമ്പ് യഹോവയുടെ കാര്യം പറയുമ്പോൾ 1000 പേരാണ് വാളുമായിട്ട് ചാടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ യഹോവയുടെ കാര്യം വലിയൊരു ഊറിയായിട്ട് ആകെ പൊട്ടൻ മാത്രമേ ചാടുന്നുള്ളൂ. എന്തോ ഒരു മാറ്റമാണ് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇത് സത്യമാണ് ഒരു പരിധി വരെ. ചില ആളുകളൊക്കെ എതിർക്കാറുണ്ടെങ്കിലും അതിശക്തമായിട്ട് ഷിബു പീഡിയക്കലിനെ ഞാൻ മനസ്സിലാക്കിയ നിമിഷം തൊട്ട്, ക്ലബ് ഹൗസ് തുടങ്ങുന്നതിന് മുമ്പ് തൊട്ട്, ഒരു സംവാദത്തിലൂടെ തൊട്ട് തന്നെ നിരന്തരമായി ഞാൻ നേരിടുകയും അവൻ്റെ പ്രവർത്തനങ്ങളെ തടയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണെന്നും, പ്രത്യേകിച്ച് എന്നെ ദൈവം അതിന് ഉപയോഗിക്കുന്നതിനെ ഓർത്ത് പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും ഞാൻ നന്ദി പറയുകയും അതിൽ ഞാൻ ആത്മാഭിമാനം കൊള്ളുകയും ചെയ്യുകയാണ്. അത് ഷിബു തന്നെ, ഞാൻ ഏറ്റവും കൂടുതൽ എതിർക്കുന്ന ഷിബു തന്നെ അത് പറഞ്ഞതിൽ എനിക്ക് സന്തോഷമുണ്ട്. എന്തുകൊണ്ട് ഞാൻ തന്നെയാണ് എതിർക്കുന്നതെന്നുള്ളതല്ല, പക്ഷേ എന്നെപ്പോലെ 100 കണക്കിന് ആളുകൾ ഉണർന്നു വരണം എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ, കത്തോലിക്കാ സഭയിൽ നിന്ന് ഉണർന്നു വരണമെന്ന് ആഗ്രഹിക്കുമ്പോൾ, നിങ്ങളിനി കേൾക്കാൻ പോകുന്നത്, പ്രിയപ്പെട്ട സഹോദരന്മാരെ, ക്ലബ് ഹൗസിൽ കത്തോലിക്കർ എന്ന് പറഞ്ഞ് നടക്കുന്ന കുറച്ച് ആളുകളുണ്ട്. ഒരാൾ ഞാനാണ്. ഞാൻ ഒറ്റയ്ക്കാണ്. ദൈവപിതാവ് എന്ന റൂമും ഒക്കെയായിട്ട് ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത്. കത്തോലിക്കാ സഭയ്ക്ക് വേണ്ടി, കത്തോലിക്കാ വിശ്വാസങ്ങൾക്ക് വേണ്ടി ഞാൻ ശക്തമായ നിലപാടെടുക്കുകയും കത്തോലിക്കാ സഭയുടെ തെളിവുകളൊക്കെ വെച്ച് ഞാൻ ഒറ്റയ്ക്കാണ് പോരാടുന്നത്. എനിക്കെതിരെ കത്തോലിക്ക വൈദികർ പോലും തിരിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, എനിക്കെതിരെ ഇഷ്ടംപോലെ യൂട്യൂബ് ചാനലുകൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പാമ്പ്ളാനി പിതാവിൻ്റെ അനിയൻ അഗസ്റ്റിൻ പാമ്പ്ളാനി പിതാവിനെയൊക്കെ അതിശക്തമായ ഭാഷയിൽ, അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്നതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാൻ തന്നെ ഇറക്കിയ കോൾ ഔട്ട് പോലെയുള്ള റൂമുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, വീഡിയോകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കൂടാതെ ഞാൻ പല റൂമുകളും പറഞ്ഞിട്ടുണ്ട്. കാരണം കത്തോലിക്കാ സഭയുടെ ഡോക്മകളെ വയലേറ്റ് ചെയ്ത് പാമ്പ്ളാനി അച്ഛൻ പറഞ്ഞതിൻ്റെ പേരിലാണ്. ആദവും ഹവ്വയും ഹിസ്റ്റോറിക്കൽ പേഴ്സൺ അല്ല. ബാബിലോൺ കഥകളിൽ നിന്നും എടുത്ത ചില കഥകൾ യഹോവയുടെ ആധിപത്യം ഉറപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയതാണ് ഉൽപ്പത്തി പുസ്തകമെന്നൊക്കെ പറഞ്ഞപ്പോൾ, അതും കാത്തലിക് എൻസൈക്ലോപീഡിയൊക്കെ കൂട്ടുപിടിച്ച ആളുകളെ തെറ്റിദ്ധരിച്ച് പറഞ്ഞപ്പോൾ അതിശക്തമായി ഞാൻ കോൾ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഇന്നും കട്ട് ചെയ്ത് വലിയ വീഡിയോകളാക്കി ഞാൻ ഇവരെയൊക്കെ ഈ ജയമൊക്കെ നേരിടുന്നതൊക്കെ കട്ട് ചെയ്ത് ഞാൻ വലിയ തെറിയനാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് ഒരു വീഡിയോ ഒന്നുമല്ല, അത് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ പെന്തക്കോസിലെ ചില തീവ്രവാദ ഗ്രൂപ്പുകളാണ്. ഇവരുമുണ്ട്, ഇവരുടെ ചാനലുകളിലുമുണ്ട്. ഇതൊന്നും എനിക്ക് വിഷയമല്ല പ്രിയപ്പെട്ടവർ. നിങ്ങളതെല്ലാം ഞാനാണ് ഇത് പറയുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിക്കരുത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന വീഡിയോ, ഇത് കത്തോലിക്കരെന്ന് പറയുന്ന ആളുകൾ, ജെ ഇത് യഥാർത്ഥ പേരല്ല, കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി ക്ലബ് ഹൗസിൽ എന്നും സംസാരിക്കുന്ന ഏറ്റവും പ്രമുഖനായ സംവാദങ്ങൾക്ക് പോകുമെന്ന ഒരു വ്യക്തിയാണ് ജോഷ്. കത്തോലിക്ക തലശ്ശേരി രൂപതയിലെ ഒരു പ്രമുഖനായ അൽമായ പ്രമുഖനാണ്. ഭീമനടി ഫൊറോന പള്ളിയിലാണ് അദ്ദേഹം എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ച് തന്നെ ഞാൻ കോൾ ഔട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. പക്ഷേ ക്ലബ് ഹൗസിൽ പിന്നീട് വന്നപ്പോൾ ഇച്ചിരി ഒതുക്കമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പരോക്ഷമായിട്ട്, രഹസ്യമായിട്ടും ഇടയ്ക്കിടയ്ക്ക് വ്യക്തമായിട്ടും ഈ വ്യക്തികളെ ഇദ്ദേഹം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഡിസ്കഷൻ ലോഞ്ച് എന്ന റൂമിൻ്റെ മോഡാണ് ജെയ്സ് ഫോർ ക്രൈസ്റ്റ്. നിങ്ങൾക്കെല്ലാം അറിയാം, ക്ലബ് ഹൗസ് അറിയാവുന്നവർക്കറിയാം, ട്രൂത്ത് ഫൈറ്റേഴ്സിനെ അറിയാവുന്നവർക്കറിയാം. അനിൽകുമാർ അയ്യപ്പനും ടീമുമായിട്ട് തെല്ലിപ്പിരിഞ്ഞ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ഒരു വ്യക്തിയാണ്. JTK മറ്റൊരു വ്യക്തിയാണ്, ബിബിൻ മറ്റൊരു വ്യക്തിയാണ്, ആദം ഇതൊന്നും ഒറിജിനൽ പേരാകട്ടെ. ജെയ്സ് ഫോർ ക്രൈസ്റ്റ് ഒറിജിനൽ പേരാണെന്നാണ് എൻ്റെ വിശ്വാസം. ജെയ്സ് എന്നുള്ള പേര്. ജിയോ, കുഞ്ഞൻ എന്ന് പറഞ്ഞ് ഡോണെന്ന് പറയും, KCMന്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആണെന്നൊക്കെ പറഞ്ഞ് യഹോവ പിശാചാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുത്തനാണ്. ഇനി ഇങ്ങനെ ഇതിനകത്ത് വേറെയും ആളുകളുണ്ട്. SK
ഇവരോട് സഹകരിക്കുന്ന ഇതിനകത്ത് നിരന്തരമായിരിക്കുന്ന കുറച്ച് ആളുകൾ കൂടെയുണ്ട്, എസ് കെ അച്ചാൻ എന്നൊക്കെ പറയുന്ന ആളുകൾ. അപ്പം ഞാൻ പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഞാൻ നിങ്ങളെ വീണ്ടും വീണ്ടും അഡ്രസ്സ് ചെയ്യുകയാണ്, നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട വൈദികരെ, ഇവരോട് ഇവരോടാണ് നിങ്ങൾ കൂടുതൽ സഹകരിക്കുന്നത്. ഇവരുടെ റൂമുകളിലാണ് നിങ്ങൾ വന്ന് സംസാരിക്കുന്നത്. ഇവർ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ ഇവരെ സഹകരിക്കണമോ, ഇവരെക്കുറിച്ച് നമ്മുടെ വിശ്വാസികളോട് അവയർനെസ് നൽകണമോ എന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുക. ഇവിടെ പിതാക്കന്മാരെ, വൈദികരെ, നിങ്ങളെ ഉദ്ദേശിച്ചല്ല ഞാനിനി ഈ ആദം പറഞ്ഞ പോയിൻറ്റിനെയൊക്കെ കൗണ്ടർ ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത്. സാധാരണ വിശ്വാസികളെയാണ്. നിങ്ങൾക്കിതെല്ലാം അറിയാവുന്നതാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ സെമിനാരിയിലൊക്കെ വർഷങ്ങളോളം പഠിക്കുകയും ഡോക്ടറേറ്റും ഒക്കെയുള്ള ആളുകളാണ്. നിങ്ങളുടെ ചുമതലയാണ് ഈ പറയുന്ന ഇത്തരം തിന്മ, ഈ അവസാന കാലഘട്ടത്തിൽ വരുന്ന ഇത്തരം തിന്മകളുടെ ആശയങ്ങൾക്കെതിരെ പ്രതികരിക്കുക എന്നതും നിങ്ങളുടെ രൂപതയിലെ നിങ്ങളുടെ ചുമതലപ്പെട്ട വിശ്വാസികളെ നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക എന്നുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെയുള്ള വിഷയങ്ങളിൽ നിങ്ങൾ ഗൗരവമായി പ്രതികരിച്ചില്ലെങ്കിൽ ഈ പറയുന്ന ഈ ശുഭു പീഡിക്കലിൻ്റെ ആശയങ്ങൾക്കും ഈ ജയജയുടെയും ആദത്തിൻ്റെയും ഒക്കെ ആശയങ്ങളിൽ പെട്ടുപോയി ഒരാളെങ്കിലും, ജോഷ് തലശ്ശേരി രൂപത്തിലെ പ്രധാനപ്പെട്ട ഒരു അൽമായനാണ്, ഒക്കെ ആശയങ്ങളിൽ ഒരാളെങ്കിലും പെട്ടുപോയാൽ പാമ്പ്ലാനി പിതാവെ, താങ്കൾ ദൈവത്തിന് മുമ്പിൽ കണക്ക് കൊടുക്കും എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമില്ല. കാരണം നിങ്ങളെയാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ മുന്നറിയിപ്പ് നൽകിയിട്ടും നിങ്ങൾ വ്യക്തമായ സൂചന നൽകിയിട്ടും ആളുകൾ അവരെ വിശ്വസിച്ച് പോകുന്നെങ്കിൽ പോകട്ടെ, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് കേൾപ്പിക്കാം, എന്നിട്ട് CCCയിൽ നിന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇല്ല സുഹൃത്തെ, യഹോവ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ ദൈവമായിട്ട് ബന്ധമില്ല, ജൂതന്റെ ദൈവമാണ്. മനസ്സിലായോ? അത് ഭാഗികമായ വെറും വെളിപ്പെടുത്തൽ. കത്തോലിക്ക സഭ ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് അങ്ങനെ ഒരു നാമം ഇല്ല, അവാച്യമായ നാമം. ആ ഒരു നാമത്തിന്റെ പ്രത്യേകത, അങ്ങനെ ഒരു നാമം ഇല്ല എന്നുള്ളത് തന്നെയാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ എന്തൊക്കെയാ എഴുതിയത്? പിന്നെ ഇത് അത് വളരെ ഇതാണ്, അതിന് പൂർണ്ണതയില്ല. പൂർണ്ണതയുള്ളത് വന്നു കഴിയുമ്പോൾ ഭാഗികമായത് ഇല്ലാതാ. ഇവിടെ 2 പോയിൻ്റാണ് ഇവർ പറയുന്നത്. ഇതിനെല്ലാം ഇവർ വളച്ചൊടിക്കും കേട്ടോ. ഇവർ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, യഹൂദരുടെ ദൈവമല്ല കത്തോലിക്കരുടെ ദൈവമെന്ന് അസന്നിഗ്ധമായി പറയുകയാണ്. 2, യഹോവ എന്ന നാമമില്ല. യഹോവ എന്ന നാമം ഇവരത് തട്ടിപ്പാണത്. യഹോവ എന്ന് പ്രൊട്ടസ്റ്റന്റുകാർ വിളിക്കുന്നതാണ്. നമ്മൾ യാഹുവേ എന്നാണ് വിളിക്കുന്നത്, അല്ലെങ്കിൽ YHWH എന്നാണ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ നമ്മൾ ലിറ്ററേച്ചറിൽ നിന്ന് ഉപയോഗിക്കാനുള്ള കർത്താവ് എന്നാണ്. അത് നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ ഇതൊക്കെ ഞാൻ നിങ്ങളെ സാധിക്കുവാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ വളരെ വ്യക്തതയോടെ എന്തുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നുണ്ട് ഈ ക്ലിപ്പിൽ. അപ്പം വളരെ വ്യക്തമായിട്ട് ജൂതൻ്റെ ദൈവമല്ല നമ്മളുടെ ദൈവം എന്ന് പറയുമ്പോൾ, അങ്ങനെയാണോ പ്രിയപ്പെട്ട സഹോദരന്മാരെ കത്തോലിക്ക സഭ വിശ്വസിക്കുന്നത്? ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 205 നിങ്ങളൊരു 201 തൊട്ട് 199 CCC 199 തൊട്ട് ഒരു 10-30 കണ്ണികകൾ ഒരു 227 വായിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തവും സംശയരഹിതമായി പ്രിയപ്പെട്ട ആത്മായ വിശ്വാസികളെ കത്തോലിക്ക വിശ്വാസം എന്താണെന്ന് മനസ്സിലാവും. ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 1-2 പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രം വായിച്ചു പോവുകയാണ്. 205 ഇവൻ എന്താണ് പറഞ്ഞത്? ഇസ്രായേൽക്കാരുടെ ദൈവമല്ല നമ്മളുടെ ദൈവം. ഇതല്ലേ ആദം എന്ന് പറയുന്ന വ്യക്തി അസന്നിഗ്ധമായി ഇവരുടെ നേതാവായ ആദം എന്ന വ്യക്തി പറയുന്നത്? ഇത് തന്നെയാണ് ഷിബു പീഡിയക്കിൽ പറയുന്നത്, പഴയ നിയമത്തിലെ ദൈവമല്ല ഞങ്ങളുടെ ദൈവം എന്ന്. കത്തിജ്വലിക്കുകയായിരുന്നെങ്കിലും എരിഞ്ച് ചാമ്പലായിരുന്ന മുൾപടർപ്പിൻ്റെ മധ്യത്തിൽ നിന്ന് ദൈവം മോശയെ വിളിച്ചു. അവിടുന്ന് അവനോട് പറഞ്ഞു, ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്, അബ്രഹാത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം. അവിടുന്ന് പിതാക്കന്മാരുടെ ദൈവമാണ്. പൂർവ്വപിതാക്കന്മാരെ വിളിക്കുകയും അവരുടെ ദേശാടനങ്ങൾ അവരെ നയിക്കുകയും ചെയ്തവൻ. വിശ്വസ്തനും ദയാലുവുമാണ് അവിടുന്ന്. അവരെയും തൻ്റെ വാഗ്ദാനങ്ങളെയും അനുസരിക്കുന്നവനാണ്. അവരുടെ പിൻഗാമികളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാൻ അവിടുന്ന് വരുന്നു. സ്ഥലകാല അതീതനായി ഇത് ചെയ്യാൻ കഴിയുകയും അഭിലഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ് അവിടുന്ന്. തൻ്റെ സർവ്വശക്തിയും ഈ പദ്ധതിക്ക് വേണ്ടി അവിടുന്ന് വിനിയോഗിച്ചു. ഞാനാകുന്നവൻ ഞാനാകുന്നു. അപ്പോൾ ഇവിടെ പഴയ നിയമത്തിലെ ദൈവം മോശയുടെ മുന്നിൽ സീനായ് മലയിൽ വിരിഞ്ഞ് നിന്ന് കത്തിയ അതേ ദൈവം തന്നെയാണ്
നമ്മുടെ ദൈവം, ക്രിസ്ത്യാനികളുടെ ദൈവം, കത്തോലിക്കരുടെ ദൈവമെന്ന് പറയുന്ന വ്യക്തമായ ഒരു CCC സൂചനയാണ് 205. ഇനി നമുക്കത് വായിച്ച് കേൾപ്പിക്കാം. അതിന് താഴെ ഞാനാകുന്നു. മോശ ദൈവത്തോട് പറഞ്ഞു, ഞാൻ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ പോയി നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നെ നിങ്ങളുടെ പക്കലേക്ക് അയച്ചിരിക്കുന്നെന്ന് പറയാം. എന്നാൽ അവിടുത്തെ പേരെന്താണെന്ന് അവർ ചോദിച്ചാൽ ഞാൻ എന്തു പറയണം? ദൈവം മോശയോട് അരുളി ചെയ്തു, ഞാനാകുന്നു. ഇസ്രായേൽ മക്കളോട് പറയുക, ഞാനാകുന്നവൻ എന്നെ നിങ്ങളുടെ അടുക്കിലേക്ക് അയച്ചു. ഇതാണ് എന്നേക്കും എൻ്റെ നാമധേയം. അങ്ങനെ സർവ്വ തലമുറകളുടെയും ഞാൻ അനുസരിക്കപ്പെടും. ഇത് CCC 205 കൂട്ടിത്തിരിക്കുന്നതാണ്. അപ്പം ഈ ദൈവത്തിൻ്റെ നാമം ഞാനാകുന്നവനാകുന്നുവെന്നും അത് എന്നേക്കുമാണെന്നും കത്തോലിക്ക സഭ ഒരു ബൈബിൾ കോട്ടിങ് കൃത്യമായി കാണിച്ചുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഇവിടെ പറയുകയാണ്, ഈ ദൈവത്തിന് നാമമില്ല എന്ന് സൂചിപ്പിക്കുന്നതാണ് ഞാനെന്ന് ആകുന്നു എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ വൈരുദ്ധ്യം, ഒരു വചനത്തെ കത്തോലിക്ക സഭയുടെ ഒരു ടീച്ചിങ്ങിനെ എങ്ങനെയാണ് ഇവർ വളച്ചൊടിക്കുന്നത് എന്ന് നിങ്ങളൊന്ന് കേട്ടു നോക്കി. എങ്ങനെയാണ് വളച്ചൊടിക്കുന്നതെന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ വീഡിയോ എനിക്ക് ചുരുക്കണമെന്ന് ആഗ്രഹമുണ്ട്. പ്രിയപ്പെട്ട വൈദികരെ ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ വലിയ തിരക്കുള്ളവരാണ്. പക്ഷേ ഇത് ഫുള്ള് പറയാതിരിക്കാൻ എനിക്ക് സാധിക്കത്തില്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, പരിശുദ്ധ കന്യാമറിയത്തോടും വിശുദ്ധരോടും കത്തോലിക്ക സഭയുള്ള സ്നേഹത്തെ പ്രതി നിങ്ങൾ എൻ്റെ ഈ വീഡിയോ മുഴുവൻ കേൾക്കണമെന്ന് ഞാൻ എളിമയോടെ അപേക്ഷിക്കുകയാണ്. കാരണം ഇതൊരു വലിയ തിന്മയാണ്. സമൂഹത്തിലേക്ക് പയ്യെ നുഴഞ്ഞു കയറുന്ന, കത്തോലിക്ക സഭയിലേക്ക് നുഴഞ്ഞു കയറുന്ന ഒരു തിന്മയാണ്. ഇത് ഒരു സൈഡിലൂടെ ചിലപ്പോൾ 5, 10, 15 പേരാണെന്ന് നിങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഇനി ആദം പറഞ്ഞതിനുള്ള മറുപടിയാണ്. യഹോവ 206 യഹോവ ഞാൻ ആകുന്നു എന്ന തൻ്റെ നിഗൂഢ നാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം നമ്മെ അറിയിക്കുന്നു. യാഹുവെ എന്ന പദത്തിൻ്റെ അർത്ഥം ഞാൻ ആയിരിക്കുന്നവനാകുന്നു. അപ്പം നമ്മൾ കർത്താവ് എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാരണം സെപ്റ്റുജൻ്റ് ട്രഡീഷൻ നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ യഹൂദർ യഹോവ എന്ന നാമം അതിവിശുദ്ധമായി കരുതി അത് ഉച്ചരിക്കാതെ അതിൻ്റെ വിശേഷണ നാമമായ അഡോണായി എന്നൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ നമ്മളെല്ലാം ബൈബിളിലൊക്കെ കത്തോലിക്കർ അത് ഉപയോഗിക്കാറില്ല. കാരണം യഹൂദ ട്രഡീഷൻ, യഹൂദരുടെ ദൈവത്തോടുള്ള അവരുടെ ബഹുമാനത്തെ അംഗീകരിച്ചുകൊണ്ട് അവരുടെ ദൈവം തന്നെയായ നമ്മുടെ ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? അവരുടെ ട്രഡീഷൻ ഫോളോ ചെയ്ത് യാഹുവെ എന്ന് വിളിക്കാറില്ല. അത്രേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരന്മാരെ. അപ്പോൾ ഇവിടെ കത്തോലിക്ക സഭ പറയുന്നതാണ്, ഇവൻ എന്താണ് പറയുന്നത്? ദൈവത്തിന് നാമവുമില്ല. എന്നാൽ CCC 5 എന്താണ് പറയുന്നത്? ഞാനാകുന്നവനാകുന്നു, എൻ്റെ നിഗൂഢ നാമം വെളിപ്പെടുത്തുക വഴി താൻ ആരാണെന്നും ഏത് നാമത്തിൽ തന്നെ വിളിച്ചപേക്ഷിക്കണമെന്നും ദൈവം നമ്മളെ അറിയിക്കുന്നു. ഏത് നാമത്തിൽ വിളിച്ചപേക്ഷിക്കണം? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മളാണ് സ്ഥിരം ഉപയോഗിക്കും. പക്ഷേ കർത്താവേ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ആരെയാണ് വിളിക്കുന്നത്? നമ്മൾ യാഹുവയെ തന്നെയാണ് വിളിക്കുന്നത്. കാരണം നമ്മൾ ആ സെപ്റ്റുജൻ്റ് ട്രഡീഷൻ യൂസ് ചെയ്യുന്നത് കൊണ്ടാണ്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് പോകാൻ എനിക്ക് ഉണ്ട്. കാരണം അഡോണായി 466 തോന്നുന്നു. അതും കൂടെ ഒന്ന് വായിച്ചേക്കാം. ഇത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷേ ഇത് നീണ്ടു പോകുന്നതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷേ ഇത് വായിക്കാതിരിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. 466 എന്തുകൊണ്ടാണ് ഈ വീഡിയോയുടെ ക്ലിപ്പിൽ, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ക്ലിപ്പിൽ എന്തുകൊണ്ടാണ് കത്തോലിക്ക സഭ ഒഫീഷ്യലായിട്ട് ഇത് ഉപയോഗിക്കാത്തതെന്നതിൻ്റെ തെളിവ് ഞാൻ കാണിക്കും. എങ്കിലും CCCയിൽ നിന്ന് ഞാനതൊന്ന് വായിച്ച് കേൾപ്പിക്കാം. 446 മോശയ്ക്ക് ദൈവം സ്വയം വെളിപ്പെടുത്തിയ ഹീബ്രുവിലുള്ള യാഹുവെ എന്ന അവാജ്യനാമം പഴയ നിയമത്തിലെ ഗീക്ക് പരിഭാഷയിൽ കീരിയോസ്, കർത്താവ് എന്നാണ്. അപ്പോൾ മുതൽ ഇസ്രായേൽക്കാരുടെ ദൈവത്തിൻ്റെ ദിവ്യത്വം സൂചിപ്പിക്കുന്ന പദമെന്ന നിലയ്ക്ക് കർത്താവ് എന്ന നാമം ചിരപ്രതിഷ്ഠ നേടി. പുതിയ നിയമത്തിലാകട്ടെ പിതാവിനെയും പിന്നെ നൂതനമായി യഥാർത്ഥ ദൈവം തന്നെയായിരിക്കുന്ന യേശുവിനെയും സൂചിപ്പിക്കാൻ കർത്താവ് എന്ന പദം ശക്തമായ അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. അപ്പോൾ നമ്മൾ കർത്താവ് എന്ന് ഉപയോഗിക്കുന്നത് യഹൂദ ട്രഡീഷൻ, യാഹുവെ എന്ന അവാചനം പഴയ ഗീക്ക് പരിഭാഷ കീരിയോസ് എന്ന് ഉപയോഗിച്ചതുകൊണ്ടാണ്, സെപ്റ്റുജൻ്റ് ട്രഡീഷൻ ഉപയോഗിച്ചതുകൊണ്ടാണ് നമ്മൾ കർത്താവ് എന്ന് സൂചിപ്പിക്കുന്നത്. ഇതിനെക്കുറിച്ച് ഒത്തിരി തിയോളജിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഉണ്ട് കേട്ടോ. ഏതൊരു നാമത്തിനും ഇല്ലാത്തൊരു നാമമാണ് എന്നൊക്കെ അതൊക്കെയുണ്ട്. അതൊക്കെ ഞാൻ നിഷേധിക്കുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി നമുക്ക് ആ ക്ലിപ്പ് കണ്ടിന്യൂ ചെയ്യാം. യഹോവയുടെ ഒരു ബന്ധവുമില്ല ക്രിസ്ത്യാനികൾ. ഒരു സ്ഥലത്ത് പോലും യഹോവ വെച്ചിരിക്കുന്നില്ല. എന്താണ്? യഹോവയുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇവിടെ നാമമല്ലല്ലോ പ്രിയപ്പെട്ട സഹോദരന്മാരെ പ്രശ്നം. ഇവിടെ വ്യക്തിയല്ലേ, അല്ലെങ്കിൽ എൻറ്റിറ്റി അല്ലേ പ്രശ്നം?
ഇസ്രായേൽക്കാരുടെ ദൈവമാണോ നിങ്ങളുടെ ദൈവം എന്ന് ചോദിച്ചാൽ ഇവരുടെ അഭിപ്രായം എന്താണ്? അപ്പോൾ പ്രിയപ്പെട്ട സഹോദരന്മാർ, ഇവിടെ വ്യക്തിയല്ലേ പ്രശ്നം. അല്ലെങ്കിൽ എൻറ്റിറ്റി, വ്യക്തി എന്നുള്ളതിന് ദൈവത്തെ നമുക്ക് വ്യക്തി എന്ന് വിളിക്കാൻ അല്ലെങ്കിൽ യഹോവയെ വ്യക്തി എന്ന് വിളിക്കാം എന്നുള്ളതിനേക്കാൾ ഉപരി എൻറ്റിറ്റി അല്ലേ പ്രശ്നം. കാരണം വ്യക്തി എന്ന് വിളിക്കുന്നതിന് ചില പ്രശ്നങ്ങളുണ്ട്, തിയോളജിക്കൽ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഈ എൻറ്റിറ്റി യഹൂദരുടെ ദൈവം തന്നെയാണോ പുതിയ നിയമത്തിലെ ഹോളി ട്രിനിറ്റി എന്ന ചോദ്യത്തിന് അതേ എന്നല്ലേ നമ്മുടെ ഒരു കത്തോലിക്കൻ്റെ ഉത്തരം. പഴയ നിയമത്തിൽ യഹോവ എന്ന് വെളിപ്പെട്ട ഏകദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി വെളിപ്പെട്ട ഏകദൈവമായ ത്രിയേക ദൈവമായ നമ്മുടെ ദൈവം എന്ന് തന്നെയല്ലേ നമ്മളുടെ വിശ്വാസം. അപ്പോൾ ഇവിടെ നാമമാണോ പ്രശ്നം? യഥാർത്ഥത്തിൽ ഇവർ എൻറ്റിറ്റിയെ തന്നെ തള്ളുകയാണ്. എന്നാൽ യഹോവ എന്ന നാമം കത്തോലിക്കർ ഉപയോഗിക്കാത്തതെന്ന് പറഞ്ഞ് ഒരു വ്യാജ നറേഷൻ സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് സത്യത്തോടെ കേട്ട് കഴിഞ്ഞാൽ എത്ര കൗടില്യത്തോടെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇപ്പം വളരെ കൂടുതൽ വ്യക്തതയോടെ ഇവർ പ്രവർത്തിക്കുകയാണ്. ജെയും ജോഷും JTKയും DUസും ജെയ്സ് ഫോർ ക്രൈസ്റ്റും ഒക്കെ വളരെ വ്യക്തതയോടെ തന്നെ തങ്ങളുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യുകയാണ്. അപ്പോൾ ഈ ക്ലിപ്പിൽ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് ഒന്നും സംസാരിക്കുന്നില്ല. പക്ഷേ നിങ്ങളിത് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ റൂമിൻ്റെ മോഡറേറ്റർമാരാണ് അവർ. ഈ ഡിസ്കഷൻ ലോഞ്ച് എന്ന റൂമിൻ്റെ സ്ഥിരം മോഡറേറ്റർമാരും ഒരു ഗ്രൂപ്പായി ഒറ്റ ആശയമായി പ്രവർത്തിക്കുന്നവരാണ് എന്ന് നിങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. അവിടെ കർത്താവ് എന്ന് ഉദ്ദേശിക്കുന്ന മുഴുവൻ ഈ ക്രിസ്തുവിനെ കർത്താവ് എന്ന് പറയും. ഒന്നും നോക്കണ്ട, വിട്ട് കളഞ്ഞു, വിട്ടുപൊക്കും. ഇത്രയും നമ്മുടെ ഈ നമ്മുടെ കാനോനെ ചേർത്തിട്ടുള്ള ഇത് എന്താ പറയുക, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സ്തുതി ചേർത്തിട്ടാണ് ഞാൻ ഇല്ലടാ, നീ ശരിക്കും ഒരു തന്തയ്ക്ക് ഉണ്ടായിട്ടുള്ള ആളാണ് പീറ്റർ. ഇത് ഒരു പീറ്റർ എന്ന് പറയുന്ന ആദ്യ യഹൂദനായി നടന്ന് ഇപ്പം കത്തോലിക്കനാണെന്ന് പറഞ്ഞ് ഇപ്പം പെന്തക്കോസുകാരാണെന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ. ഇയാളിങ്ങനെ പല റൂമുകളും കയറി ഇവരെ ചോദിക്കും. അപ്പോൾ ഇയാൾ ഈ വിഷയം പണ്ട് യഹൂദനായതുകൊണ്ട് യഹോവയോട് അയാൾക്ക് ഇത്ര സ്നേഹമുണ്ട്, അതുകൊണ്ട് ചോദിക്കാൻ ചെന്നതാണ്. അപ്പോൾ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളികൾ ഉണ്ടാകുന്നതാണ്. അവിടെ ജെയുടെ നിലപാടാണ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ജെ ആദം പറഞ്ഞതിന് അതിശക്തമായി സപ്പോർട്ട് ചെയ്തുകൊണ്ട് പീറ്റർ തെറി വിളിച്ചപ്പോൾ തിരിച്ച് പീറ്ററിനെയൊക്കെ തെറി വിളിച്ച് ആ ജെ എന്താണ് നിലപാടെടുക്കുന്നതെന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് ജെ എന്ന് പറയുന്ന യഥാർത്ഥ നെയിമല്ല, പക്ഷേ ഒരു കത്തോലിക്ക വിശ്വാസിയാണെന്നും പറഞ്ഞ് സഭാപിതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞ് കത്തോലിക്ക സഭയ്ക്ക് വേണ്ടി സംസാരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണ്. അവനോട് യഹോവ എന്നുള്ളത് ലിറ്റർജിയിലോ CCCയിലോ ബൈബിളിലോ എവിടെയെങ്കിലും ഇതാണ് ഇവന്മാരുടെ തന്ത്രം. കത്തോലിക്കർ സാധാരണ യഹോവ എന്ന് ഉപയോഗിക്കാറില്ല, യാഹുവ എന്നാണ് മലയാളം ട്രാൻസ്ലേഷനിലൊക്കെ എഴുതി വച്ചിരിക്കുന്നത്. എന്താണ്, ഞാൻ നിങ്ങളെ ഇതിനു മുമ്പ് വായിച്ച് കേൾപ്പിച്ചിരുന്നു. യാഹുവെ YHWH എന്ന് ബ്രാക്കറ്റിൽ ഇട്ടുകൊണ്ട് യാഹുവ എന്നാണ് ഉപയോഗിക്കുക. അപ്പം യഹോവ എന്ന് കത്തോലിക്കർ ഉപയോഗിക്കത്തില്ലാത്തതുകൊണ്ട് പഴയ നിയമത്തിലെ ദൈവമായ യഹോവയല്ല കത്തോലിക്കരുടെ ദൈവം. ഇവിടെ യാഹു എന്ന് വിളിച്ചാലും ഹീബ്രു ബൈബിളിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? യഥാർത്ഥ ബൈബിൾ ടെക്സ്റ്റിൽ എന്ന YHWH എന്ന ടെട്രാഗ്രാമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണ് ഉച്ചരിക്കേണ്ടതെന്ന് ആർക്കും അറിയില്ല, കൃത്യമായി എംപെരിക്കലി ആർക്കും അതിനെക്കുറിച്ച് അറിയില്ല. അപ്പോൾ കത്തോലിക്കർ കർത്താവ് എന്ന വേർഡ് ഉപയോഗിക്കുന്നതല്ലാതെ അതിന് കാരണവുമുണ്ട്, സെപ്റ്റുജൻ്റ് ട്രഡീഷൻ ആയതുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ഞാൻ വായിച്ച് കേൾപ്പിച്ചായിരുന്നല്ലോ. പക്ഷേ ഇവരെന്താ പറയുന്നത്? കത്തോലിക്കരുടെ ലിറ്റർജിയിലോ കത്തോലിക്കരുടെ എവിടെയെങ്കിലും യഹോവ എന്ന് കാണിച്ചു തരാൻ പറ്റുമോ? യാഹോ എന്ന് CCCയിൽ കിടപ്പുണ്ട് വളരെ വ്യക്തതയോടെ. യാഹുവെ രക്ഷിക്കുന്നു എന്നാണ് യേശുവിൻ്റെ നെയിമെന്ന് 2666 CCCയിൽ വളരെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ജി ഉപയോഗിച്ചൊരു തന്ത്രമാണ്. നിങ്ങൾ ഒരു സാധാരണ കത്തോലിക്കോട് യാഹു എന്ന് നിങ്ങൾ കുർബാനയിലോ മറ്റെവിടെയെങ്കിലും കാണിക്കാൻ പറ്റുമോ? ഞാൻ നോക്കുമ്പോൾ ഇല്ല, കർത്താവ് എന്നാണ് എല്ലാ സ്ഥലത്തും ഉള്ളത്. അപ്പോൾ യാഹുവെ തള്ളി എന്ന് പറയും. ഈ രീതിയിലാണ് ഇവർ പ്രവർത്തിക്കുക. അപ്പം നമ്മുടെ ജെ എന്താണ്, കത്തോലിക്കരെ സംരക്ഷകനായി അപ്പോളജിസ്റ്റായി പ്രവർത്തിക്കുന്ന ജെ സംസാരിക്കുന്നതാണ് നിങ്ങളിവിടെ കേൾക്കുന്നത്.
ഞാൻ തെളിയിച്ചോളാം. ടിസൻ സാറ് ഇത് ഞാൻ കണ്ടപ്പോൾ ടിസൻ സാറ് വ്യക്തമായിട്ട് ഊമിട്ട് ഇവിടെ സംസാരിച്ച് കഴിഞ്ഞപ്പോ നിന്റെ വായിലെ കേട്ട പഴമാണ്. അവൻ കേട്ടേ റൂമിൽ ആ നേരത്തെ നിങ്ങൾ പഴം കഴിക്കും. ട്യൂഷൻ എടുത്തായിരുന്നു. എന്നാ ഇവരൊക്കെ ഉള്ളതാണ് പറയുന്നത്. നീ എന്നാ ആദ്യം കണ്ടല്ലോ തിയോളജിനായിട്ടുള്ള POC ബൈബിള് വിവർത്തനം ചെയ്തിട്ട് ഒരു സെക്കൻഡ് ആദ്യം ടീച്ചർ കത്തോലിക്ക സഭയുടെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഇതൊന്ന് നീ തൊലിച്ചോണ്ടിരിക്കുക, അത് തന്നെ നടക്കുള്ളൂ. ബന്ധമാണ് തൊലിച്ചോണ്ട് നടക്കുക, അത്രേ പറ്റുള്ളൂ. നീ ടീച്ചർ കുറഞ്ഞ കാര്യം പറഞ്ഞ ടീച്ചർ നീ അംഗീകരിക്കുന്നുണ്ടോ? കുറഞ്ഞ കുറഞ്ഞ കാര്യമാണ് ഇവിടെ വിഷയം. കർത്താവ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതൊക്കെയെന്ന് പറഞ്ഞാൽ ഞാൻ തിയസ്റ്റിക് എവല്യൂഷൻ എന്ന ഒരു വിഷയത്തിൽ ഞാൻ കത്തോലിക്ക ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെയും പല കത്തോലിക്ക വിശ്വാസികളുടെയും പൊസിഷൻ ഹോൾഡ് ചെയ്യുന്ന ഒരാളാണ്. അതിനെയാണ് പെന്തക്കോസുകാരൻ ഞാൻ കുരങ്ങൻ മനുഷ്യനുണ്ടായി എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനെ ഇവർ തന്നെ എൻ്റെ ക്ലബ് ഹൗസിലെ ഇന്നത്തെ ഏറ്റവും വലിയ ശത്രുക്കൾ എന്ന് പറയുന്നത് കത്തോലിക്കരെന്ന് അവകാശപ്പെടുന്ന ഇവരാണ്. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസങ്ങളെ ഡോക്മകളെയൊക്കെ ഇവരെ കൊണ്ടാവുന്ന രീതിയിൽ പാമ്പ്ലാനി അച്ഛനെ പോലെയുള്ള അച്ഛന്മാരെ വിളിച്ച് തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന രീതിയിൽ, പിന്നീട് അച്ഛൻ വന്നിട്ട് അത് തിരുത്തി കേട്ടോ, ഉണ്ടാക്കുന്ന രീതിയിലൊക്കെ കത്തോലിക്ക വിശ്വാസം ഷിബു പീഡിയക്കലൊക്കെ പറയുന്ന വിശ്വാസത്തിന് തുല്യമാണ് എന്ന് ആക്കി തീർക്കുക എന്ന വളരെ വ്യക്തമായ പ്രവർത്തനമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് ഇവരെ ജോലിക്കർ എന്ന് വിളിച്ച് ഞാൻ ശക്തമായി നേരിട്ടു. പണ്ട് ഷിബു പീഡിയക്കൽ ഇവരും നമ്മൾ തെറ്റി. അതൊക്കെ വെറും പ്രഹസനം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ന് ഇവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എക്സാക്റ്റ് ഷിബു പീഡിയക്കൽ പറഞ്ഞ യഹോവ പിശാചാണെന്നുള്ള ആ ആശയമാണ് കിടക്കുന്നത്. യഹോവയല്ല പുതിയ നിയമത്തിലെ ദൈവം എന്നുള്ള ആശയമാണ്. ഇന്ന് ഷിബു അതും കടന്ന് ദൈവം അല്ലെങ്കിൽ പഴയ പുതിയ നിയമത്തിലെ ബൈബിൾ ഒരു ടോയ്ലറ്റ് ടിഷ്യൂ ആണെന്ന് വരെ ഡിക്ലെയർ ചെയ്യുന്നു. ഷിബു കുറച്ചും കൂടെ മുന്നോട്ട് പോയി. പക്ഷേ ഈ നിമിഷം വരെ അല്ലെങ്കിൽ ഒരു 2 ആഴ്ച മുമ്പ് വരെ ഷിബു നിന്ന പൊസിഷനിലാണ് ഇവരിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോഴും ഇവർ നിൽക്കുന്നത്. ഞാൻ പറഞ്ഞു നിനക്കൊരു ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ചോദിക്കട്ടെ, യഹോവയോട് അല്പമെങ്കിലും തീർച്ചയായിട്ടും ഞങ്ങളുടെ വൈകുന്നല്ലേ പിന്നെ ചിന്തനെയാണല്ലോ ഞങ്ങൾ എടുത്തോണ്ടിരുന്നത്. ഓടാ ഞങ്ങൾ ജോസ് ബ്രദർ എന്ന് പറഞ്ഞാൽ പാമ്പ്ലാനി പിതാവിന്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ എന്ത് കിട്ടാന്നറിയോ? സ്വന്തം പോലെയാ. ടീച്ചർ ചെന്ന് കഴിഞ്ഞാലോ പാമ്പ്ലാനി പിതാവ് ആ സ്പീഡില് കാർ എടുത്തു പോകും. ടീച്ചർ ആ രൂപതയിലെ കാല് കുത്തി നിറഞ്ഞാൽ മതി. ടീച്ചർ തലശ്ശേരി രൂപതയിലെ കാല് കുത്തി നിറഞ്ഞാൽ പാമ്പ്ലാനി പിതാവ് അന്ന് റോമിലേക്ക് പോകും. അതാണ് ടീച്ചറിന്റെ ഗുണം. ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവെ, എനിക്കറിയില്ല, ഞാനും താങ്കളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് താങ്കൾക്കറിയാമല്ലോ. ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന ഞാൻ മാത്രമുള്ള, ഇന്ന് ഞാൻ അത്ര ആക്റ്റീവൊന്നുമല്ല, സംഘടനയുടെ സ്പിരിച്വൽ ഡയറക്ടറാണ് താങ്കൾ. താങ്കൾ ഒഫീഷ്യലായിട്ട് വെർബലി ആ സംഘടനയുടെ സ്പിരിച്വൽ ഡയറക്ടറായി ഞാൻ ഇരുന്നോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് താങ്കൾ അന്ന് വൈദികനായിരുന്നപ്പോഴാണ് പറഞ്ഞത്. ഞർണക്കാട് പിതാവാണ് താങ്കളുടെ അടുത്തേക്ക് എന്നെ അയച്ചത്. അതിനുശേഷം താങ്കൾ പിതാവായപ്പോൾ താങ്കളോട് എനിക്ക് വേറൊരു വൈദികനെ തരണം, താങ്കളൊരു പിതാവ് അല്ലെങ്കിൽ ഒരു ബിഷപ്പൊക്കെ ആകുമ്പോൾ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഞാൻ തന്നെ മതി എന്ന് താങ്കൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത് ഞാൻ അപൂർവമായി നടത്തിയിട്ടുള്ള 1-2 ധ്യാനത്തിൻ്റെ നോട്ടീസുകളിൽ ലൈഫ് ഇൻ ലവ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് താങ്കൾ എന്ന് വരെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിനുശേഷം അപ്പം ഞാനിത് നുണയൊന്നുമല്ല പറഞ്ഞത്. അപ്പം താങ്കൾ, എനിക്കറിയില്ല, താങ്കൾക്ക് ഇഷ്ടമുള്ള നിലപാടെടുക്കാം. എൻ്റെ പേരിൽ താങ്കൾ ഒത്തിരി തെറികൾ കേൾക്കാൻ ഇടയായിട്ടുണ്ടെന്ന് എനിക്കറിയാം. അതിലൊക്കെ എനിക്ക് ദുഃഖമുണ്ട്. കാരണം അനിൽകുമാർ അയ്യപ്പനൊക്കെ താങ്കളെ പട്ടിത്തല്ല് തല്ലുമെന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിലെ ഏറ്റവും വലിയൊരു സെലിബ്രിറ്റിയാണ്, ക്രിസ്ത്യൻ വേൾഡിലെ ഒരു സെലിബ്രിറ്റികളിൽ ഒരാളാണ് അനിൽകുമാർ അയ്യപ്പൻ, ഇസ്ലാം മതവിമർശനത്തിൽ താങ്കൾക്കറിയാമല്ലോ. പക്ഷേ ഇവരിപ്പം പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. ജോഷ് എന്ന വ്യക്തി, ഞാനും നമ്മൾ തമ്മിൽ അങ്ങനെ ബന്ധങ്ങളൊന്നുമില്ല. കാരണം ഞാൻ അയർലൻഡിലാണ്, താങ്കൾ വലിയ തിരക്കുള്ള ഒരു പിതാവാണ്, സിറമലൂർ ചർച്ചിലെ ഏറ്റവും പ്രധാനപ്പെട്ട പിതാക്കന്മാരിൽ ഒരാളാണ്. പല കാരണങ്ങൾക്കാൽ നമ്മൾ തമ്മിൽ കോൺടാക്റ്റ് ചെയ്യാറില്ല. അത്യാവശ്യം എന്തെങ്കിലും ആവശ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ കോൺടാക്റ്റ് ചെയ്യുള്ളൂ. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഞാൻ ചെയ്യുന്നത് താങ്കളുടെ പേഴ്സണൽ വാട്സപ്പ് ഞാൻ അയച്ചു തരാറുണ്ട്. താങ്കളത് കണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ജോഷിനെ ഞാൻ കോൾ ഔട്ട് ചെയ്ത് വീഡിയോ ചെയ്തപ്പോൾ ഒരു നിർവാഹമില്ലാതെ വന്നു ചെയ്ത് ഞാൻ ഇട്ട് തന്നിട്ടുണ്ട്. ഈ വീഡിയോ ഞാൻ താങ്കൾക്ക് ഇട്ട് തരും. ഇപ്പോൾ ഇതൊക്കെയാണ് ഇവർ പറഞ്ഞ് നടക്കുന്നത്. ഏതോ ഒരു പെന്തക്കോസുകാരൻ തലശ്ശേരി രൂപതയുമായിട്ട് മെയിൽ ചെയ്തപ്പോൾ അവർക്ക് തിരിച്ചൊരു മെയിൽ കെട്ടി ടിസനുമായിട്ട് അങ്ങനെ ഒരു ബന്ധം തലശ്ശേരി രൂപതയ്ക്കില്ല എന്ന് മെയിൽ. പക്ഷേ സത്യമാണ്. ഞാനും താങ്കളും തമ്മിലുള്ള ഒരു പേഴ്സണൽ വെർബൽ ബന്ധത്തിൽ നിന്നാണ് ഇതുണ്ടാകുന്നത്.
രൂപതയിൽ നിന്ന് ഒഫീഷ്യൽ അംഗീകാരമുണ്ട്. കാരണം ഞർമ്മക്കാട് പിതാവാണ് താങ്കളുടെ അടുത്തേക്ക് അയച്ചത്. അതിന് റിക്കാർഡിക്കൽ രേഖകളോ കാര്യങ്ങളോ ഒന്നുമില്ല. താങ്കൾക്ക് പറയാം എനിക്ക് യാതൊരു വിധവുമില്ല ബഹുമാനപ്പെട്ട പാമ്പ്ലാനി പിതാവെ, ടിസനുമായിട്ട് ഈ നിമിഷം വരെ ഈ നിമിഷം തൊട്ട് ടിസനുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. വേണമെങ്കിൽ താങ്കൾക്ക് വലിയ മനസ്സുണ്ടെങ്കിൽ, ഞാനിപ്പോൾ അയർലൻഡിലാണ്, എൻ്റെ തലശ്ശേരി രൂപതയിലെ എൻ്റെ ഒരു വിശ്വാസി മാത്രമാണ് എന്ന് പറഞ്ഞ് താങ്കൾക്ക് ഒഴിയാം. പക്ഷേ ഈ നിമിഷം വരെ താങ്കൾക്ക് സാധിക്കില്ല. സത്യസന്ധമായിട്ട് ടിസൺ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പ് എന്ന ഏകാംഗ ഫെലോഷിപ്പായ എൻ്റെ മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടർ അല്ല എന്ന് താങ്കൾക്ക് പറയാൻ കഴിയില്ല. ഈ നിമിഷം താങ്കൾക്ക് പറയാം, അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടപാടെ താങ്കൾക്ക് പറയാം. താങ്കൾക്ക് റൈറ്റ് ഉണ്ട്, എനിക്ക് വേണമെങ്കിലും പറയാം. എന്താണ്? ഈ നിമിഷം തൊട്ട് പാമ്പ്ലാനി പിതാവിനെ എൻ്റെ രൂപതാ ബിഷപ്പ് എന്നതിനപ്പുറത്തേക്ക് എൻ്റെ സ്പിരിച്വൽ മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ഡയറക്ടറായിട്ട് എനിക്ക് സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയാനുള്ള റൈറ്റ് എനിക്കുമുണ്ട്. എന്നെ താങ്കൾക്ക് മാറ്റി നിർത്താനുള്ള അവകാശമുണ്ട്. അതിനേക്കാൾ ഉപരി എന്നെ നിയന്ത്രിക്കാനുമുള്ള അവകാശം താങ്കൾക്കുണ്ട്. താങ്കൾ എൻ്റെ രൂപതയുടെ അല്ലെങ്കിൽ എൻ്റെ മിനിസ്ട്രിയുടെ സ്പിരിച്വൽ ആയിരിക്കുന്നിടത്തോളം കാലം പാവമല്ലാത്ത എന്തൊരു കാര്യവും നിരുപാധികം ഞാൻ അനുസരിക്കും. അമ്മ ത്രേസ്യ സ്പിരിച്വൽ ഡയറക്ടറെ അനുസരിച്ചതുപോലെ നീ ഇന്ന് തൊട്ട് സോഷ്യൽ മീഡിയയിലെ പ്രവർത്തനം നീ നിർത്തിക്കോളാൻ പറഞ്ഞാൽ ഞാൻ സ്വിച്ചിട്ടതുപോലെ നിർത്തും എന്നും കൂടെ പാമ്പ്ലാനി പിതാവിനോട് ഞാൻ പറയുകയാണ്. ഒറ്റ വാക്കേ പാമ്പ്ലാനി പിതാവേ പറയുള്ളൂ. എന്നിലൂടെ ദൈവം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു നന്മ പാമ്പ്ലാനി പിതാവിൻ്റെ നിർദ്ദേശം മൂലം തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ കുറവിന് ഞാൻ ഉത്തരവാദിയായിരിക്കില്ല എന്ന് മാത്രം പറഞ്ഞ് ഞാനതങ്ങ് നിർത്തും. ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. ഇനി പാമ്പ്ലാനി പിതാവിൻ്റെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെയാണ്. പക്ഷെ താങ്കൾ മനസ്സിലാക്കേണ്ടത് ജോഷ് എന്ന വ്യക്തി പാമ്പ്ലാനി പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളാണെന്നും തലശ്ശേരി രൂപത്തിലെ ഏറ്റവും പ്രമുഖനാണെന്നും ഒക്കെ പറഞ്ഞ് ഈ ക്രൈസ്തവ വിരുദ്ധതയെ അല്ലെങ്കിൽ കത്തോലിക്ക വിരുദ്ധമായ ആശയങ്ങൾ ക്ലബ് ഹൗസിൽ പ്രചരിപ്പിക്കുമ്പോൾ ഇവരെ നേരിടുമ്പോൾ എനിക്കെതിരെ ഇവർ ടാർഗറ്റ് ചെയ്യുന്നതാണ് പിതാവ് കാണുന്നത്. അത് ഞാനിവിടെ നിർത്തുകയാണ്. പിതാവിന് തീരുമാനിക്കാം. എനിവേ മറ്റേ ഒരു പ്രയോഗം നീ മറ്റേ വാതിൽ വന്നിട്ട് ഇങ്ങനെ വലത്തോട്ട് ചെയ്യുന്നുള്ളൊരു പരിപാടി അതെന്ന് പറഞ്ഞു കൊടുത്ത വീട്ടിൽ ഒരൊറ്റ മൂഞ്ചു മൂഞ്ചിക്കളെ വീട്ടാ നിന്റെ ആളുണ്ടോ? പഴയ ഇത് കേൾക്കാം. ഞാൻ പറയാം, ഒരു മിനിറ്റ്. അതായത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കണ്ടതാകെ പുത്രനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഈ ക്വസ്റ്റ്യനാണ്. വാഹ ആരാണ് വന്നതെന്നുള്ളതൊക്കെ. ഈ ഔദ്യോഗികമായ അധികാരപത്രം ഇതൊക്കെ എൻ്റെ വേറെ ചില ആളുകൾ ഇപ്പോൾ തെറ്റിദ്ധരിക്കുന്നതാണ്. എനിക്ക് ഒരു ഔദ്യോഗിക അംഗീകാരം പാമ്പ്ലാനി പിതാവ് വാക്കാൽ ലൈഫ് ഇൻ ലവ് ഓഫ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് ഞാനെന്നും ഞാൻ അങ്ങനെ ആയിരുന്നു കൊള്ളാമെന്നും ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു രൂപതയുടെ അതിരൂപതയുടെ ബിഷപ്പ് ഇത് പറഞ്ഞാൽ ഏകദേശം അത് ഒരു ഔദ്യോഗിക അംഗീകാരത്തിന് തുല്യമാണ്. എൻ്റെ കയ്യിൽ രേഖയോ ഒന്നുമില്ല. എൻ്റെ വെബ്സൈറ്റിൽ പാമ്പ്ലാനി പിതാവിൻ്റെ പേര് വെക്കാൻ ലൈഫ് ഇൻ ലവ് ഗോഡ് ഫെലോഷിപ്പിൻ്റെ സ്പിരിച്വൽ ഡയറക്ടറാണ് പാമ്പ്ലാനി പിതാവ് എന്ന് പേര് വെക്കാനുള്ള പെർമിഷനും എനിക്ക് തന്നിട്ടുണ്ട്. ഇത്രയും എനിക്ക് പറയാൻ പറ്റുള്ളൂ. അത് അച്ഛനായിരുന്നപ്പോഴാണ് തന്നത് കേട്ടോ. ഇനി ബിഷപ്പായതിനു ശേഷം വെക്കാൻ പാടില്ല എന്ന് പിതാവ് പറയുമെന്ന് എനിക്കറിയില്ല. ആ കാര്യം ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം ഇപ്പോൾ വെബ്സൈറ്റ് ഞാൻ അത് ഡൗൺ ആയതുകൊണ്ട് ഞാൻ പിന്നെ ചോദിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. എനിവേ നമുക്ക് തുടർന്ന് കേൾക്കാം. ഇത് കേൾക്കാം. ഞാൻ പറയാം, ഒരു മിനിറ്റ്. അതായത് ക്രിസ്തു വളരെ വ്യക്തമായിട്ട് പറയാണ്, ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കണ്ടതാകെ പുത്രനായ ദൈവമാണ് എന്ന് പറയുമ്പോൾ ബാക്കിയെല്ലാം ഈ ക്വസ്റ്റ്യനാണ്. വാഹ ആരാണ് വന്നതെന്നുള്ളതൊക്കെ മനസ്സിലായോ? യഹോവ എന്ന് പറയുന്ന ദൈവത്തിൽ പൂർണ്ണതയില്ല, ക്രിസ്തുവാണ് പരമാർത്ഥ. ജൂതന്മാരുടെ രാജാവ് ആണ് ഞങ്ങൾക്ക് തന്നത്. ജൂതന്മാരൊക്കെ പുറത്താക്കി. ക്രിസ്തുവിനെ അംഗീകരിക്കാതെ യൂതന്മാരെ, രാജാവിനെ അംഗീകരിക്കാതെ യൂതന്മാരെ കർത്താവ് പിടിച്ച് പുറത്തേക്ക് കോളർ പിടിച്ച് പുറത്താക്കി. അതായത് യഹോവയെ ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് ത്രിത്വസ്തുതി മാത്രമേ ഉള്ളൂ. പിതാവ് പുത്രൻ, അതായത് ക്രിസ്തു പറഞ്ഞിരിക്കുന്ന പുത്രൻ. അതായത് പ്രിയപ്പെട്ട സഹോദരന്മാരെ, യഹോവയെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയുമ്പോൾ യഹോവയുടെ നാമം ഞങ്ങൾക്ക് വേണ്ട എന്നല്ല പറയുന്നത്. യഹൂദരുടെ ദൈവമായ, നമ്മളുടെ ദൈവമായ, ക്രിസ്തുവിൻ്റെ ദൈവമായ, ക്രിസ്തു ജെറുസലേം ദേവാലയത്തിൽ വണങ്ങിയ ദൈവമായ യാഹുവയെ YHW എന്ന എൻറ്റിറ്റിയെ ഞങ്ങൾക്ക് വേണ്ട എന്നാണ് പറയുന്നത്.
ഇതിന് കൂട്ടുപിടിച്ചിട്ടാണ് JTK, ഡിയൂസ്, വിപിൻ, കുഞ്ഞൻ, ജോഷ് ഇവിടെ ഇരിപ്പുണ്ട്. ആ അടിയിൽ പേര് കാണാത്തത് സ്ക്രീൻഷോട്ട് എടുക്കുന്നതുകൊണ്ട് വരുന്ന അല്ല സ്ക്രീൻ റെക്കോർഡ് ചെയ്യുന്നതുകൊണ്ടാണ് ജോഷാണത്. JJ, ജിയോ, ജെയ്സ് ഫോർ ക്രൈസ്റ്റ് ഒക്കെ പറയുന്നത്. അത് ആദ്യവും അന്തവും പുത്രനാണ്. ആ പുത്രൻ എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ആദ്യവും അന്തമാണെങ്കിൽ പിതാവ് എന്നും ഉണ്ട്, പരിശുദ്ധാത്മാവും ഉണ്ട്. അപ്പോൾ പിന്നെ യഹോവ എന്ന് പറഞ്ഞ സാധനം ഇറക്കേണ്ട കാര്യമില്ല. അതൊരു ഗോത്രീയ സങ്കല്പമാണത്. മനസ്സിലായോ? അത് അന്നത്തെ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിൽ വെച്ച് അവർക്ക് ആകെ മനസ്സിലായിട്ടുള്ളൂ. ദൈവമല്ല, ഒരിക്കലും ദൈവമല്ല പീറ്റർ, നീ വഴിവഴിച്ചു പോയി. അങ്ങനെയാണ് നീ സുനാമണിയും പെട്ടി മറ്റേ നമ്മുടെ നെസൂരിലൂടെ കൊടുക്കും. യഹോവ ഒരു ഗോത്രീയ സങ്കല്പമാണ്. യഹോവ ഒരു ഗോത്ര ദൈവമാണ്, ഒരിക്കലും ദൈവമല്ല. ഷിബു പീഡിക്കൽ പറയുന്ന യഹോവ ഒരു ദൂതനാണ്, ഒരു പിശാചാണ്, അല്ലെങ്കിൽ നശിച്ചു പോയൊരു ദൂതനാണ് എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര വ്യക്തതയോടെയാണ് കത്തോലിക്കരെന്ന് സ്വയം അവകാശപ്പെട്ടുകൊണ്ട് പാമ്പ്ലാനി പിതാവിൻ്റെ ഏറ്റവും അടുത്ത ആളാന്നൊക്കെ പറഞ്ഞ് ജോഷ് ലൂയിസും ഒക്കെ ചേർന്ന്, JJയും ഈ ആളുകളൊക്കെ ചേർന്ന്, ജെയ്സ് ഫോർ ക്രൈസ്റ്റും ഒക്കെ ചേർന്ന് കത്തോലിക്ക സഭാ വിരുദ്ധത പറയുന്നത്. പ്രിയപ്പെട്ട പിതാക്കന്മാരെ, ഇത് സോഷ്യൽ മീഡിയയുടെ കാലഘട്ടമാണ്. കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലുമൊക്കെ വ്യക്തികൾ, നിങ്ങൾക്ക് ഇതുണ്ടല്ലോ, നിങ്ങൾക്ക് എന്താണ് അപ്പോളജിക് മിനിസ്ട്രിയുടെ ഭാഗമായ വാട്സപ്പ് ഗ്രൂപ്പുകൾ, KCBCയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പ്, അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, ചില കാര്യങ്ങളൊക്കെ പ്രതികരിക്കാറുണ്ടല്ലോ. അപ്പോൾ ഷിബു പീഡിക്കലിൻ്റെ പേരെങ്കിലും പറയാതെ തന്നെ ഇതുപോലെയുള്ള ചില വ്യക്തികളൊന്നും പഴയ നിയമത്തിലെ യഹോവയല്ല, യാഹുവയല്ല കത്തോലിക്ക ദൈവം എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് നടക്കുന്ന കത്തോലിക്കരായ ചില ആളുകൾ ഞങ്ങളുടെ ശ്രദ്ധയിൽ സോഷ്യൽ മീഡിയയിൽ പെട്ടുവെന്നും അവരുടെ ആശയങ്ങൾ തികച്ചും തെറ്റാണെന്നെങ്കിലുമുള്ള ഒരു പ്രസ്താവന ഔദ്യോഗികമായി ഇറക്കാൻ നിങ്ങൾ കടപ്പെട്ടവരാണ്. അല്ലെങ്കിൽ ഇവരെ പോലെയുള്ള ആളുകളുടെ സ്വാധീനത്തിൽപ്പെട്ട് 10 കത്തോലിക്കർ, വലിയ അറിവൊന്നുമില്ലാത്ത സാധാരണക്കാരായ 10 കത്തോലിക്കർ സത്യദൈവമായ യാഹുവയെ, YHWയെ, കത്തോലിക്ക സഭയുടെ ദൈവത്തെ തള്ളിയാൽ, പ്രിയപ്പെട്ട പിതാക്കന്മാരെ, പ്രിയപ്പെട്ട വൈദികരെ, നിങ്ങൾ കണക്ക് കൊടുക്കേണ്ട വരുമെന്ന് ദൈവനാമത്തിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് ഞാൻ പറയുകയാണ്. നിങ്ങളുടെ ജീവിതം തന്നെ വേസ്റ്റായി പോകാൻ മാത്രം ഗൗരവമേറിയ ഒരു പാപമായി അത് മാറുമെന്ന് ഞാൻ പേടിക്കുകയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ 207, 208 ഒക്കെ ഒന്ന് വായിക്കുകയാണ്. സ്വന്തം നാമം വെളിപ്പെടുത്തിക്കൊണ്ട് ദൈവം പണ്ടു മുതൽ ഉണ്ടായിരുന്നതും എന്നേക്കും നിലനിൽക്കുന്നതുമായ തൻ്റെ വിശ്വാസതയും വെളിപ്പെടുത്തുന്നു. അതീതകാലത്ത് അവിടുന്ന് വിശ്വസ്തനായിരുന്നു. ഞാൻ നിൻ്റെ പിതാക്കന്മാരുടെ ദൈവമാണ്. ഭാവി കാലത്തും അവിടുന്ന് വിശ്വസ്തനായിരിക്കും. ഞാൻ നിന്നോടുകൂടി ഉണ്ടായിരിക്കും. ഞാൻ ആകുന്നു എന്ന എൻ്റെ നാമം വെളിപ്പെടുത്തുന്ന ദൈവം എന്നും ജീവിക്കുന്നവനും തൻ്റെ ജനത്തെ രക്ഷിക്കുവാനായി സദാ അവരോടൊപ്പം സന്നിഹിതനായ ദൈവമാണെന്നും സ്വയം വെളിപ്പെടുത്തുന്നു. 207, 208 അത്യാകർഷകവും നിഗൂഢവുമായ ദൈവസാന്നിധ്യത്തിൻ്റെ മുന്നിൽ മനുഷ്യൻ തൻ്റെ നിസ്സാരത മനസ്സിലാക്കുന്നു. കത്തിക്കാളുന്ന മുൾപ്പടപ്പിന് മുന്നിൽ മോശ തൻ്റെ ചെരുപ്പുകൾ എടുത്തു മാറ്റുകയും ദൈവത്തിൻ്റെ പരിശുദ്ധിയുടെ മുമ്പിൽ തൻ്റെ മുഖം മറയ്ക്കുകയും ചെയ്യുന്നു. ത്രൈശുദ്ധ ദൈവത്തിൻ്റെ മഹത്വത്തിനു മുന്നിൽ ഏഷ്യ വിളിച്ചു പറഞ്ഞു, എനിക്ക് ദുരിതം, ഞാൻ നശിച്ചു, കാരണം അശുദ്ധമായ അധരങ്ങളുള്ളവനാണ് ഞാൻ. ദിവ്യാത്ഭുതങ്ങൾ പ്രവർത്തിച്ച ഈശോയുടെ മുന്നിൽ പത്രോസ് വിളിച്ചു പറഞ്ഞു, കർത്താവെ, എന്നിൽ നിന്ന് അകന്നു പോകണമേ. എന്തുകൊണ്ടെന്നാൽ ഞാൻ പാപിയായ ഒരു മനുഷ്യനെ. ഇങ്ങനെയാണെങ്കിൽ ദൈവം പരിശുദ്ധനാകിയാൽ അവിടുത്തെ മുന്നിൽ പാപിയാണെന്ന് അംഗീകരിച്ച് ഏറ്റുപറയുന്നവർക്ക് പാപമോചനം നൽകാൻ അവിടുത്തേക്ക് കഴിയും. ഞാൻ എൻ്റെ കോപത്തെ ജ്വലിപ്പിക്കുകയില്ല, കാരണം ഞാൻ ദൈവമാണ്, മനുഷ്യനല്ല. നിങ്ങളുടെ ഇടയിൽ വസിക്കുന്ന പരിശുദ്ധൻ തന്നെ. യോഹന്നാൻ അപ്പോസ്തലനും അത് തന്നെ പറഞ്ഞു, നമ്മുടെ ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുമ്പോഴെല്ലാം നാം അവിടുത്തെ മുന്നിൽ സമാധാനം കണ്ടെത്തും. ദൈവം നമ്മുടെ ഹൃദയത്തെക്കാൾ വലിയനാണ്, അവിടുന്ന് എല്ലാം അറിയുന്നു. തൻ്റെ പരിശുദ്ധിയുടെ ഭയം നിമിത്തം ഇസ്രായേൽ ജനം അവിടുത്തെ നാമം ഉച്ചരിക്കാറില്ല. വിശുദ്ധ ഗ്രന്ഥം വായിക്കുമ്പോൾ ദൈവം വെളിപ്പെടുത്തിയ തിരുനാമത്തിന് യാഹുവേ ബ്രാക്കറ്റിലുണ്ടോ പകരം കർത്താവ് എന്ന ദൈവിക സംജ്ഞ ഹീബ്രുവിൽ അടനായി, ഗ്രീക്കിൽ ക്യൂരിയോസ് ആണ് ഉപയോഗിക്കുന്നത്. പിന്നീട് ഈ സംജ്ഞയാണ് യേശുവിൻ്റെ ദൈവത്വം പ്രഘോഷിക്കാനും ഉപയോഗിക്കുന്നത്. യേശു കർത്താവാകുന്നു. പ്രിയമുള്ളവരെ, പഴയ നിയമത്തിലെ യഹോവ തന്നെയാണ് പുതിയ നിയമത്തിലെ യേശു എന്ന് വ്യക്തമായി പറയുകയാണ്. പുതിയ നിയമത്തിലെ പിതാവിനും യഹോവ എന്ന് വിളിക്കാൻ അർഹനാണ്. പിതാവായ ദൈവവും പുത്രനായ ദൈവവും പരിശുദ്ധാത്മാവായ ദൈവവും യഹോവ തന്നെയാണ്. യഹോവയായ പിതാവ്, യഹോവയായ പുത്രൻ, യഹോവയായ പരിശുദ്ധാത്മാവ് എന്ന് നമുക്ക് വിളിക്കാൻ പറ്റും. ഈ 3 പേർക്കും ഈ യഹോവ എന്ന പേരിന് അർഹമാണ്. ഇതിനെക്കുറിച്ച് ഷിബു പീഡിക്കലുമായി നടത്തിയ എൻ്റെ ഡിസ്കഷൻ, ആ ചർച്ചയിൽ നിങ്ങൾക്ക് ഞാനിത് കുറച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാനതിലേക്ക് പോകുന്നില്ല. അപ്പോൾ ഇവിടെ 207, 208 വായിക്കുമ്പോൾ തന്നെ പഴയ നിയമത്തിലെ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ
പൂർണ്ണത വ്യക്തയോടുകൂടി ഹോളി ട്രിനിറ്റിയായി വെളിപ്പെടുന്നതെന്ന് വളരെ വ്യക്തമാണ്. ഇനി നമുക്ക് ഒരു ക്ലിപ്പും കൂടെ പോകാം. ഇവിടെ ജോഷ് എന്ന വ്യക്തിയുടെ ഇടപെടലാണ് നിങ്ങളിവിടെ കേൾക്കാൻ പോകുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഈ ജോഷ് ഈ വീഡിയോയിൽ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ജോഷിൻ്റെ സൗണ്ട് പോലെ എനിക്ക് ഫീൽ ചെയ്തതാണ്. ഞാൻ ജോഷിനെ ഒരു കോൾ ഔട്ട് ചെയ്തതിന് ശേഷം എൻ്റെ ശ്രദ്ധയിൽ ജോഷ് കുറച്ച് മാറ്റം വന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജോഷിൻ്റെ ഈ ഗ്രൂപ്പിൻ്റെ മോഡാണ്. ഈ ഡിസ്കഷൻ ലോഞ്ചിൽ നിരന്തരമായി വന്നിരിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ജോഷ്, തലശ്ശേരി രൂപതക്കാരനായ പ്രമുഖനായ അൽമായൻ എന്ന് ഞാൻ പറഞ്ഞ ആൾ. അപ്പോൾ ഈ ഡിസ്കഷനിൽ ജോഷ് ഇരിപ്പുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ ഈ ഗ്രൂപ്പിൻ്റെ പാർട്ടാണ് ജോഷ്. അപ്പോൾ ഞാൻ ഈ ചില സൗണ്ട് കേട്ടത് ജോഷിനെ പോലെ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് വളരെ രസകരമായ ഒരു ക്ലിപ്പാണ്. എനിവേ, എന്നെക്കുറിച്ച് പറഞ്ഞതിലൊന്നും എനിക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ. ഞാനിതൊന്നും മൈൻഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. ഇനി തലശ്ശേരി രൂപതയിൽ നിന്ന് എന്നെ പുറത്താക്കിയാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം ഞാനും എൻ്റെ ദൈവവും തമ്മിലുള്ള ബന്ധമാണ്. കാരണം ദൈവത്തിന് വേണ്ടി ഇറങ്ങുമ്പോൾ എവിടെ നിന്നാണ് നമുക്ക് അറ്റാക്ക് വരുന്നത് പറയാൻ പറ്റില്ല. ദൈവം അനുവദിക്കുമ്പോൾ ആ കുരിശ് ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറായിരിക്കണം. സത്യസന്ധമായി ദൈവത്തെ സ്നേഹിച്ച് ദൈവത്തിനു വേണ്ടി വിട്ടുവീഴ്ചയില്ലാതെ സംസാരിക്കുന്നതിൻ്റെ പേരിൽ ദൈവം അനുവദിക്കാതെ അമേരിക്കൻ പ്രസിഡൻ്റ് അല്ല, ഈ ഒസാമ ബിൻ ലാദനല്ല, ഈ ലോകത്തിലെ ആര് വന്നാലും എൻ്റെ ഒരു രോമത്തെ പോലും തൊടാൻ അവർക്ക് സാധിക്കില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സഭയിൽ നിന്ന് എനിക്ക് വിലക്ക് വന്നാൽ, സഭ എന്നെ വിലക്കിയാൽ, അത് ദൈവ പദ്ധതിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ ക്രൂസ് 1.5 വർഷമാണ് അവരുടെ കർമ്മണമല്ല ഒരു കക്കൂസി കിടന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ മിസ്റ്റിക്കൽ ഗ്രന്ഥമായ ആത്മാവിൻ്റെ ഇന്ദ്രരാത്രി കർമ്മല മലയേറ്റം എന്ന ഗ്രന്ഥം ആ കക്കൂസി കിടന്ന് എഴുതിയെന്നാണ് പറഞ്ഞു. 1.5 വർഷം പൊട്ടിപ്പൊളിഞ്ഞ ഒരു കക്കൂസിൽ തടവിലായിരുന്നു. ഇട്ടതോ സ്വന്തം സഹോദര ബ്രദർമാരാണ്, കർമ്മല സഭയിലെ അംഗങ്ങളാണ് അദ്ദേഹത്തെ ഇട്ടത്. അതുകൊണ്ട് അതൊന്നും നമുക്ക് പ്രശ്നമൊന്നുമല്ല. എങ്കിലും അതുകൊണ്ട് എന്നെ കുറ്റം പറഞ്ഞെന്ന് പറയാൻ വേണ്ടി അല്ല ഞാനിത് കേൾപ്പിക്കുന്നത്. ഇത് ഇവരെന്താണ് എന്ന് തിരിച്ചറിയാൻ നിങ്ങൾക്കിത് സഹായകമാവും. അത്രമാത്രമേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലെന്നേ ടിസൺ കത്തോലിക്ക സഭയുടെ ഒരു അഭിപ്രായം പറയാൻ നിൽക്കേണ്ടത്. ടിസനെ അതിരൂപത പുറത്താക്കില്ല. അതിരൂപതയെ വിളിച്ചു വെച്ചു ഞങ്ങൾ ആരും അങ്ങനെ ഏർപ്പാടാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ മുതല് ഒരു മണിക്കൂറിൽ 4 ഹെർസിയും ഒരു പോക്കൃത്തരും ഒരു വിവരക്കേടും പറഞ്ഞ ആളാണ്. ഇത് ഞാൻ വളരെ കൃത്യമായി കത്തോലിക്ക വിശ്വാസമാണ് പറയുന്നത്. ഞാൻ 100 ഭയങ്കര റൂമൊക്കെ ഇട്ട് എന്നെ ഭയങ്കര ടാർഗറ്റിംഗ് ആണ്. കത്തോലിക്ക സഭയെ ഇതുപോലെ പല തരത്തിൽ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾക്കും സഭയുടെ ആശയങ്ങൾക്കും വിരുദ്ധമായ ആശയങ്ങൾ പ്രചരിക്കുമ്പോൾ ഞാൻ സഭയുടെ ഔദ്യോഗിക രേഖകളൊക്കെ വെച്ച് ഇവരെ ടാർഗറ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോന്നിനെയും വളച്ചൊടിച്ച് ഞാൻ ഭയങ്കര ഹെർസി പറയുന്നു. ഇപ്പം കേട്ടല്ലോ നിങ്ങൾ, ഇതൊക്കെ നിരന്തരം പറയുന്നതാണ്. ഞാൻ അന്നേരം അതേ നാണയത്തിൽ ഇവരെ ചലഞ്ച് ചെയ്യും. നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെങ്കിൽ വന്ന് തെളിയിക്ക്, നമുക്ക് സ്റ്റോപ്പ് വാച്ച് വെച്ച് സംസാരിക്കാം. ഞാൻ പറഞ്ഞു ഒരു ഹെർസിയെങ്കിലും തെളിയിക്കാൻ പറ്റുന്ന ഇന്നുവരെ പറ്റിയിട്ടില്ല. ഞാൻ ശുഭപിടിക്കലുമായിട്ട് ഷിബു ചോദിച്ച ഓരോ ചോദ്യത്തിനും കത്തോലിക്ക സഭയുടെ CCC ഹോളി ട്രിനിറ്റിയെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ വായിച്ച് ഷിബുവിനെ ഞാൻ ഉത്തരം മുട്ടിച്ചപ്പോൾ ജെയ്സ് ഫോർ ക്രൈസ്റ്റ് മാടൊക്കെ വന്ന് പറഞ്ഞു. ആ റൂമിൽ കയറി റിവ്യൂ സമയത്ത് പറഞ്ഞു ടിസം പറഞ്ഞത് കത്തോലിക്ക സഭയുടെ വിശ്വാസമല്ലാന്ന്. അപ്പോൾ അതിരൂക്ഷമായിട്ട് അവരെ ഞാൻ അറ്റാക്ക് ചെയ്തു. കാരണം കത്തോലിക്ക സഭയുടെ വിശ്വാസം, അതും ഞാൻ കത്തോലിക്ക സഭയുടെ വിശ്വാസമാണെന്ന് ഞാൻ അവിടെ പറയുന്നില്ല, എൻ്റെ കൺവിൻഷനാണെന്ന് പറഞ്ഞ് CCCയിൽ നിന്ന് ഞാൻ വായിച്ചു. അതെൻ്റെ കൺവിൻഷൻ തന്നെയാണ്. വായിച്ച് ട്രിനിറ്റി എന്താണെന്ന് ഷിബു ചോദിച്ചു ഓരോ ക്രുക്കറ്റ് ചോദ്യത്തിനും സമാനസത്താവാദത്തിനുമൊക്കെ ഞാൻ മറുപടി കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കാതെ ഷിബു പറഞ്ഞാണ് ശരി എന്നും പറഞ്ഞ് കത്തോലിക്ക സഭയുടെ വിശ്വാസമല്ല എന്നൊക്കെ പറഞ്ഞ് വന്ന ആളുകളാണ് ഇവർ. എന്നിട്ട് ഞാൻ ഭയങ്കര ഹെർസിയൊക്കെ വന്നു. അതിന് ആ സംവാദത്തിന് ശേഷം ഉണ്ടായ റൂമുകളാണ് ഇതൊക്കെ. 2-3 ദിവസമായിട്ടുള്ളൂ. ഇതൊക്കെയാണ് പ്രിയമുള്ളവരെ ഈ വ്യക്തികൾ. നമ്മുടെ വില്ലല്ലേ ഇത്രയൊക്കെ ഉള്ളൂ പ്രിയമുള്ളവരെ ഈ സഹോദരങ്ങൾ. ഞാനിവിടെ ഈ വീഡിയോ നിർത്തുകയാണ്. പ്രിയപ്പെട്ട വൈദികരെ, പ്രത്യേകിച്ച് KCBCയുടെ കേരളത്തിലെ മലയാളി ബിഷപ്പുമാരെ, ചിലപ്പോൾ ഇതൊരു ചെറിയ ഗ്രൂപ്പായിരിക്കും, വളരെ ചെറിയ ഒരു 10-15 പേര് ചേർന്ന്. പക്ഷേ സോഷ്യൽ മീഡിയയുടെ യുഗമാണിത്. ക്ലബ് ഹൗസിൽ ഒരു സമയം ചിലപ്പോൾ 100, 200, 300 പേരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഷിബു പീഡിക്കലിൻ്റെ പ്രവർത്തനത്തിലൂടെ
ഇത്രയും കത്തോലിക്കരെ അവൻ്റെ ആശയങ്ങളിലേക്ക് അവന് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിൽ ഇവരുടെ പ്രവർത്തനങ്ങളിലൂടെ എത്ര ആളുകളെ വഴിതെറ്റിക്കാൻ പറ്റും? ഒരു ആത്മാവ് നശിച്ചു പോയാൽ പോലും നമുക്കതിന് ഉത്തരവാദിത്വമില്ലേ? അതുകൊണ്ട് ഈ വിഷയത്തിൽ നിങ്ങൾ ദയവായി ഇടപെടണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് ആവശ്യപ്പെടുന്നു, അപേക്ഷിക്കുന്നു. എനിക്ക് ദൈവം തന്ന എന്നെ മിനിസ്ട്രിയുടെ അഭിഷേകത്തിൽ നിന്നുകൊണ്ട് ഞാൻ പിതാക്കന്മാരെ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. കാരണം നിങ്ങൾ ഞങ്ങളെ സേവിക്കുന്നവരാണ്. ഞങ്ങളെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ വേണ്ടി ദൈവം ചുമതലപ്പെടുത്തിയ ദൈവത്തിൻ്റെ ശുശ്രൂഷകരാണ്, ദൈവദാസന്മാരാണ്. അതുകൊണ്ട് ഞാൻ ഓർപ്പിക്കുകയാണ്, ഈ വിഷയത്തിൽ ഷിബുവിൻ്റെ പേര് പറഞ്ഞില്ലെങ്കിലും ഈ വ്യക്തികളുടെ പേര് പറഞ്ഞെങ്കിൽ ഇത്തരം ആശയങ്ങൾ പറയുന്ന ആളുകൾ സഭാവിരുദ്ധരാണെന്നും സഭയുടെ ആശയമല്ലെന്ന് പറയുന്നതെന്നും വളരെ വ്യക്തമായി സംശയരഹിതമായി മനസ്സിലാകുന്ന രീതിയിൽ ഒരു ഡിക്രിയോ ഒരു നിർദ്ദേശം ഔദ്യോഗികമായി ഇറക്കണമെന്ന് KCBCയുടെ ജാഗ്രതാ സമിതിയോടും KCBCയോടും പ്രത്യേകിച്ച് പാമ്പ്ലാനി പിതാവിനോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. സർവശക്തനായ ദൈവം നമ്മളെല്ലാം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കത്തോലിക്കാ സഭ പൂർണ്ണ മഹത്വത്തിൽ പരിശുദ്ധ കന്യാമറിയം ഒക്കെ ആഗ്രഹിക്കുന്നത് പോലെ, സകല വിശുദ്ധരും ആഗ്രഹിക്കുന്നത് പോലെ വിളങ്ങി ആത്മാക്കളുടെ രക്ഷാകേന്ദ്രമായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.